ഹായ്, കിസ്മത്ത് വാലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു മാങ്ങാച്ചാറാണ്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: മാങ്ങ, വെളുത്തുള്ളി, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, ഉലുവ, കടുക്, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കായം. ഇനി നമുക്ക് തയ്യാറാക്കാം. പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി, നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ആ ഉലുവ ഒന്ന് മൂത്തൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ആവശ്യത്തിന് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയില്ലേ, അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതിൽ വേണമെങ്കിൽ കാന്താരി മുളകും ചേർക്കാം കേട്ടോ. ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും അതൊന്ന് മൂത്ത് വരട്ടെ. നന്നായിട്ട് മൂത്ത് വരാറായി. മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു മുളക് പൊടിയുടെയൊക്കെ ആ ഒരു പച്ച മണമൊക്കെ മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. കരിഞ്ഞു പോകരുത്. ചെറിയ തീയിൽ വേണം ഈ പൊടിയെല്ലാം ഇട്ട് കൊടുക്കാനുള്ളത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തീ ഓഫ് ചെയ്തേക്കണേ, അല്ലെങ്കിൽ മാങ്ങ ഒത്തിരി അങ്ങ് വെന്ത് പോകും. മാങ്ങ വെന്ത് പോകരുത്. ആ ഒരു കടിക്കുമ്പോൾ ആ ഒരു പച്ച ആ ഒരു ഇതുണ്ടാവണം. അതുകൊണ്ടാണ് ഗ്യാസ് ഓഫ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് മാങ്ങാച്ചാറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സെർവിങ് ഡിഷിലേക്ക് നമുക്ക് മാറ്റാം. മാങ്ങാച്ചാർ തയ്യാർ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറക്കരുതേ.